ഇപ്പോഴും 100 പവനും 50 പവനും ആഭരണങ്ങളായിട്ട് കല്യാണത്തിന് ഇട്ട് വരുന്ന ആളുകളുണ്ട്. ശരിക്കും ഇന്ന് 1 പവൻ സ്വർണം പണിക്കൂലിയും കഴിഞ്ഞ് കിട്ടണമെങ്കിൽ 1,00,000 രൂപ അല്ലെങ്കിൽ അതിന്റെ മേലെ കൊടുക്കണം എന്നുള്ളതാണ്. ശരിക്കും ഒരു അബദ്ധമല്ലേ ഈ ഇത്രയും സ്വർണം ഈ വിലയ്ക്ക് ആഭരണമായിട്ട് ബണ്ടിൽ, എന്തായാലും 100 പവൻ എന്ന് പറയുന്ന ബണ്ടിൽ കണക്ക് മേടിക്കുന്ന പോലെയാണ്. അപ്പം അതൊരു അബദ്ധമല്ലേ? അല്ല, ശരിക്കും അത് നമ്മൾ അങ്ങനെ ഒരു പ്രാഥമിക വായന നടത്തിയാൽ അതിനകത്തൊരു അബദ്ധം നമുക്ക് തോന്നുമെങ്കിലും പൊതുവേ നമ്മളൊക്കെ തന്നെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ വിവാഹം വരുമ്പോൾ നമ്മൾ സ്വർണ്ണം വാങ്ങും. പക്ഷെ അത് നമ്മളൊരു നിക്ഷേപം കൂടിയായിട്ടാണല്ലോ, ഒരു കരുതൽ എന്ന രീതിയിൽ കൂടിയാണല്ലോ മകളുടെ വിവാഹം നടക്കുന്നത്. പക്ഷേ ഈ പണിക്കൂലി അതൊരു പ്രശ്നമാണ്. ആ പണിക്കൂലിയും പിന്നീട് നല്ലൊരു പൈസ പണിക്കൂലിക്കായിട്ട് മാറ്റി ഇത്രയും അത് ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ മകളുടെ വിവാഹം നടക്കുന്ന സമയത്ത് ആഭരണത്തിനായി അധികം പണം ചെലവഴിക്കുന്നതിന് പകരം നമ്മളൊക്കെ പലരോടും പറയുകയൊക്കെ ചെയ്യുന്നത് ഗോൾഡ് കോയിൻസ് വാങ്ങാനാണ്. ഗോൾഡ് കോയിൻസ് അല്ലെങ്കിൽ ഗോൾഡ് ബാർ വാങ്ങുക. അപ്പോൾ മകളുടെ വിവാഹത്തിന് 100 പവൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ 100 പവൻ്റെ ഗോൾഡ് കോയിൻ വാങ്ങി നൽകുക. അതല്ല എങ്കിൽ ഇപ്പോൾ ഈ ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് ഉണ്ട്, ഗോൾഡ് ETF ഉണ്ട്. ആ ഗോൾഡ് ETF ഫണ്ട് വാങ്ങിച്ചാൽ കൊടുത്താൽ മതി. അപ്പോൾ അതാകുമ്പോൾ ഇതിനൊന്നും പേടിക്കണ്ട. അപ്പം വിൽക്കുമ്പോൾ എത്ര രൂപയ്ക്കാണോ വാങ്ങിയത് അതേ വിലയ്ക്ക് തന്നെ നമുക്ക് വിൽക്കാനും. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാത്തവരുണ്ട്. അതായത് ഇപ്പം നമ്മൾ ഈ ആഭരണമാണല്ലോ നമ്മൾ പൊതുവെ വാങ്ങുന്നത്. ഇപ്പം സ്നേഹ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ പണിക്കുറവും പണിക്കൂലിയും ഒക്കെ നമുക്ക് കുറഞ്ഞു പോകും. മാത്രമല്ല ഇത് 22 കാരറ്റാണ്, 24 അല്ല. അപ്പോൾ സ്വാഭാവികം ആ അർത്ഥത്തിൽ ഇതിൻ്റെ വില കുറയും. അപ്പോൾ യഥാർത്ഥത്തിൽ അതല്ല ചെയ്യേണ്ടത്. അതിന് പകരം മകൾക്ക് കല്യാണം നടക്കുന്ന സമയത്ത് ആഭരണമൊക്കെ സ്വർണം കൊടുത്തു എന്നുള്ളത് വലിയ തെറ്റൊന്നും കാണേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ സ്വത്തിൻ്റെ ഒരു വീതമാണല്ലോ മകൾക്ക് അല്ലെങ്കിൽ മകന് കൊടുക്കുന്നത്. പക്ഷേ ആ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഗോൾഡ് കോയിൻസ്, 24 ക്യാരറ്റ് ഗോൾഡ് കോയിൻ അല്ലെങ്കിൽ ഗോൾഡ് ബാറുകൾ നൽകുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണ് എങ്കിൽ പിന്നീട് അവർക്ക് ആവശ്യം വരുന്ന സമയത്ത് അല്ലെങ്കിൽ പണയം വെക്കാൻ ആവശ്യം വരുന്ന സമയത്ത് ഒരു കുറവും വരാതെ, ഒരു നഷ്ടവും വരാതെ അവർക്ക് ആ പണം തിരിച്ചു കിട്ടുന്ന സാഹചര്യമുണ്ടാകും. അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു പുതിയ മാർഗ്ഗമുണ്ട്. ആ പുതിയ മാർഗ്ഗം എന്ന് പറയുന്നത് ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളാണ്, മ്യൂച്വൽ ഫണ്ടുകളാണ്. ഈ മ്യൂച്വൽ ഫണ്ടുകൾ പൂർണ്ണമായും ഗോൾഡിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രവർത്തിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു യൂണിറ്റ് വാങ്ങുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ 1 ഗ്രാം സ്വർണ്ണം വാങ്ങിയതിന് തുല്യമാണ്. അപ്പോൾ നമുക്ക് 100 പവൻ സ്വർണ്ണം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ 100 യൂണിറ്റ്, പല രീതിയിലാണ് അവർ അതിനെ കാണുന്നത്. ആ 100 പവൻ സ്വർണ്ണത്തിന് തുല്യമായ തുകയ്ക്കുള്ള മ്യൂച്വൽ ഫണ്ടുകൾ അങ്ങ് വാങ്ങിയാൽ മതി. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു ഗോൾഡ് ഇൻ ഡിജിറ്റൽ ഫോർമാറ്റ് ആൻഡ് ഓൾസോ ഇൻ പേപ്പർ ഫോം. അതാണ്. അപ്പം പത്രത്തിൻ്റെയോ ഡിജിറ്റൽ രൂപത്തിലോ ഉള്ള സ്വർണ്ണമാണത്. സ്വർണ്ണത്തിൽ തന്നെയാണ് നിക്ഷേപം. പക്ഷേ സ്വർണ്ണം നമ്മൾ വീട്ടിൽ വെക്കണ്ട. സ്വർണ്ണം ഈ മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങുകയോ അല്ലെങ്കിൽ അതൊരു പ്രത്യേക രീതിയിൽ അവർ സൂക്ഷിക്കുകയോ ചെയ്തോളൂ. അപ്പോൾ സ്വർണ്ണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ സ്വർണ്ണമുണ്ട്. പക്ഷേ നമ്മുടെ കടലാസേ ഉള്ളൂ. കടലാസ് പോലും വേണമെന്നില്ല, നമ്മുടെ ഡിജിറ്റൽ രൂപത്തിലാണ്. അതൊരു സുരക്ഷിത നിക്ഷേപ മാർഗ്ഗമാണ്. ഇപ്പോൾ ഗോൾഡിലേക്ക് പോകുമ്പോൾ ആഭരണം വാങ്ങുന്നതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ ഗോൾഡ് ETF ഒരു വലിയ സാധ്യതയാണ്. 1,00,000 കോടി രൂപയാണ് ഇന്ത്യയിൽ. ഏതാണ്ട് ഒരു 14-15 ഈ ഗോൾഡ് ബേസ്ഡ് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. അവർ മാനേജ് ചെയ്യുന്ന ഫണ്ട് എന്ന് പറയുന്നത് 1,00,000 കോടി രൂപയുടേതാണ്. പക്ഷേ ഇപ്പോൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോൾ കുറച്ചുകൂടെ ഒരു ഉയർന്ന മധ്യവർഗത്തിലും സമ്പന്ന വിഭാഗമൊക്കെയാണ് കൂടുതൽ ഈ ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങുന്നത്. സാധാരണക്കാരിലേക്കും ഇടത്തരക്കാരിലേക്കും ഒക്കെ അത് എത്തുന്നത് യഥാർത്ഥത്തിൽ ഈ ആഭരണം വാങ്ങിക്കുന്നതിൽ നിന്നും ഉണ്ടാകുന്ന നഷ്ടം ഒഴിവാക്കാനും ആ രീതിയിൽ മുന്നോട്ട് പോകാനും സഹായിക്കും. നമ്മൾ സ്വർണം 22 ക്യാരറ്റ്, 18 ക്യാരറ്റ്, 24 ക്യാരറ്റ്, ഇതിൻ്റെ ഒരു വ്യത്യാസം അല്ലെങ്കിൽ ഇത് ഇപ്പം അങ്ങനെ ഭാവിയിൽ ഇതിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ യൂസേജ് ഉള്ളത്? ഇപ്പം ഈ ന്യൂ ജനറേഷൻ പിള്ളേർക്കൊക്കെ 18 ക്യാരറ്റ് സ്വർണത്തിനോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. നൈസായിട്ടുള്ള ഓർണമെന്റ്സ് ഒക്കെ മേടിച്ചിടുന്ന. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഫ്യൂച്ചർ എങ്ങനെയാണ്? അത് യഥാർത്ഥത്തിൽ ഒരു ഫാഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായിട്ടാണ് കാണാനായിട്ട്. അത് നമുക്ക് അത് ഇൻവെസ്റ്റിന്റെ ഒരു നിക്ഷേപം എന്ന രീതിയിൽ അതിന് വലിയ ഒരു പ്രാധാന്യമില്ല. കാരണം അത് ക്യാരറ്റ് കുറയും തോറും ഈ സ്വർണം പിന്നീട് വിൽക്കുകയോ പണയം വെക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നാം ഉദ്ദേശിച്ച റേറ്റിന് വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. റേറ്റിന് വലിയ ചിലപ്പോൾ അതെ ചെറിയ വ്യത്യാസമേ ഉണ്ടാവുകയുള്ളൂ. 22 ക്യാരറ്റ് ആഭരണം വാങ്ങുന്നതും 18 ക്യാരറ്റ് ആഭരണം വാങ്ങുന്നതും വിലയൊക്കെ നമ്മൾ ഏതാണ്ട് ഒരേപോലെ കൊടുക്കേണ്ടി വരും. 8,000-9,000 റേഞ്ചിൽ തന്നെയാണ് ഇപ്പം 18 ക്യാരറ്റിന്റെ വില വരുന്നത്. ശരിയാണ്, അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അത് ഒരു നഷ്ടക്കച്ചവടം, അതൊരു നിക്ഷേപം എന്ന രീതിയിൽ സുരക്ഷിതമല്ല. അത് നമ്മുടെ ഫാഷനും നമ്മുടെ ഒരു എന്താ പറയുക ആഭരണത്തോടുള്ളൊരു ഇഷ്ടം കൊണ്ടും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമായിട്ട് മാത്രമേ കൂട്ടാൻ പറ്റൂ. അതിനുവേണ്ടി അത് പൈസ ചെലവഴിക്കാതിരിക്കുകയായിരിക്കും നല്ലത്. അതുപോലെ തന്നെ നമ്മൾ വിട്ടുപോകുന്നൊരു കാര്യമുണ്ട്. സ്വർണത്തിന് ഇങ്ങനെ വില കൂടുന്നുണ്ടെങ്കിലും സൈലന്റ് ആയിട്ട് നമ്മുടെ സിൽവറിനും
കൂടി അതെ വരുന്നുണ്ട്. അതെ അതെ തീർച്ചയായും സിൽവറിന് വലിയ രീതിയിലാണ് വില വർദ്ധിക്കുന്നത്. പക്ഷേ സിൽവറിൻ്റെ കാര്യത്തിൽ സിൽവർ ഈ ഗോൾഡിൻ്റെ ഒരു 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 ആകർഷണീയതയോ ഒരു പ്രാധാന്യമോ സിൽവറിനില്ല. കാരണം നമുക്ക് എത്ര തന്നെയൊക്കെ ആയാലും ഈ സ്വർണത്തിന് നമുക്കറിയാം അത് നമുക്ക് ആഭരണമായിട്ടോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. മാത്രമല്ല സ്വർണത്തിൻ്റെ ലഭ്യതയുടെ കാര്യത്തിലാണ് ഒരു വലിയ പരിമിതിയുള്ളത്. വെള്ളി അങ്ങനെയല്ല. വെള്ളി കൂടുതൽ ലഭ്യമാണ്. സ്വർണം അങ്ങനെയല്ല. സ്വർണത്തിന്റെ ലഭ്യതയ്ക്ക് പരിമിതിയുണ്ട്. ആ പരിമിതി ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പൊ വെള്ളിക്ക് വില അതായത് വെള്ളിക്ക് വില കൂടുതലാണ്. അതായത് സ്വർണത്തിന് അത്ര ഇല്ല. അങ്ങനെയല്ല, ഇപ്പൊ നമുക്ക് മേടിച്ച് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നിലയിലാണ് നിൽക്കുന്നത്. ഇതിനി മേടിച്ച് വെച്ചിട്ട് അത് നമുക്ക് ഭാവിയിൽ ഒരു അസറ്റായി മാറാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, അത് ആ വെള്ളിക്ക് അങ്ങനെ ഒരു ഭാവിയിലേക്ക് ഈ രീതിയിലുള്ള ഒരു സുരക്ഷിത സാധ്യത കുറവാണ്. കാരണം വെള്ളിയുടെ ലഭ്യത കൂടുതലാണ്, സ്വർണത്തിന് ലഭ്യതയാണ് കുറവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വർണത്തിൻ്റെ വിലയായിരിക്കും ഇങ്ങനെ ഒരു സ്റ്റേബിളായിട്ട് ഒരു സുസ്ഥിരം എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു സുരക്ഷിതമായ രീതിയിൽ തുടരാൻ സാധ്യത സ്വർണം തന്നെയാണ്. മാത്രവുമല്ല ഈ ലോകത്തിലെ കേന്ദ്ര ബാങ്കുകളുണ്ടല്ലോ, കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങുക എന്ന് പറഞ്ഞാൽ ടൺ കണക്കിന് സ്വർണ്ണം വാങ്ങുന്നത്. ഇപ്പോൾ നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ വർഷം ഏതാണ്ട് 4.3 ടൺ സ്വർണ്ണമാണ് വാങ്ങിയത്. കഴിഞ്ഞ വർഷം ഇത് 24 ടണ്ണായിരുന്നു. അപ്പം ലോകത്തിലെ കേന്ദ്ര ബാങ്കുകളെല്ലാം ടൺ കണക്കിന് സ്വർണ്ണം വാങ്ങുന്നത്. പക്ഷേ ആ രീതിയിൽ അവർ വെള്ളിക്ക് പരിഗണന കൊടുക്കുന്നില്ല. അപ്പോൾ കേന്ദ്ര ബാങ്കുകളൊക്കെ അത്രയും വാങ്ങുന്നത് കൊണ്ട് ഒരു സ്വർണത്തിനാണ് ഡിമാൻഡ് കൂടുതൽ. അപ്പോൾ സ്വർണത്തിൻ്റെ വിലയായിരിക്കും ഈ രീതിയിൽ ഒരു സുസ്ഥിരമായ നിലയിൽ മുന്നോട്ട് പോകും. വെള്ളി ആ രീതി വെള്ളിയിലധികം സ്വർണം നൽകുന്ന അത്രയും ഒരു സുസ്ഥിരമോ സുരക്ഷിതവുമായിട്ടുള്ള ഒരു നിക്ഷേപ മാർഗമല്ല വെള്ളി എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ടുള്ളത്.